കേരളത്തെ നടുക്കി ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ പട്ടാപ്പകൽ കവർച്ച. ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി 3 മിനിറ്റ് കൊണ്ട് കൊള്ള നടത്തി അക്രമി കടന്നുകളഞ്ഞു. കേസന്വേഷണത്തിന് പ്രത്യേക സംഘമെന്ന് DIG S ഹരിശങ്കർ പറഞ്ഞു. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ആരായുകയാണ്. ഒരു സിംഗിൾ പേഴ്സൺ ലോൺ അറ്റാക്കാണ്. ഒരു സ്കൂട്ടറിലാണ് വന്നിട്ടുള്ളത്. ഒരു 10 ലക്ഷം രൂപയോളം ATMൽ നിന്ന് അവർ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന ക്യാഷാണ് പോയിരിക്കുന്നത്. അതേ കൗണ്ടറിൽ തന്നെ കൂടുതൽ ക്യാഷ് ഉണ്ടായിരുന്നു. അത് പോയിട്ടില്ല എന്നുള്ളതും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം കൂടിയാലോചിച്ച് നമ്മൾ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഊർജിതമായ അന്വേഷണം നടത്തുന്നു. ഇല്ല, ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ്സിൻ്റെ പ്രസൻസ് മാത്രമേ അക്യൂസിനകത്തുള്ളൂ. അപ്പോൾ ആ 2 മിനിറ്റ്സിനകത്ത് തന്നെ ടേബിളിന് പുറത്ത് തന്നെ ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ബാഗിനകത്തിരുന്ന് പോകുന്നു. അപ്പോൾ അതിന് വളരെ മിനിമം ടൈമേ എടുത്തിട്ടുള്ളൂ. കസ്റ്റമേഴ്സ് ഉണ്ടാകാത്ത, സ്റ്റാഫൊന്നും ഉണ്ടാകാത്ത ഒരു ലീൻ ടൈമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ അയാളുടെ ഫേസ് ഇല്ല. അയാൾ ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം മലയാളികളല്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു പക്ഷേ മിസ്ലീഡിങ്ങും ആവാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആദ്യമേ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് പോകുന്നതിനകത്ത് ഇപ്പോൾ അർത്ഥമില്ല. നമ്മളിത് ഓപ്പൺ-എൻഡഡ് ആയിട്ട് പോകുന്നതാണ് നല്ലത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ സിനിമാ സ്റ്റൈലിൽ ഒരു ബാങ്ക് കവർച്ച. അയാൾ സഞ്ചരിച്ചു വന്ന ആ വാഹനം കേന്ദ്രീകരിച്ച്, സ്കൂട്ടി കേന്ദ്രീകരിച്ച് പഴുതടച്ച പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചു എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പോലീസിന് ലഭ്യമാകുന്നത്? അവിടുത്തെ സ്റ്റാഫുകൾ ചിലർ പറഞ്ഞിരുന്നല്ലോ, ഹിന്ദിയാണ് അയാൾ സംസാരിച്ചത്. നിരിതര സംസ്ഥാനക്കാരനാണ് കവർച്ച നടത്തിയത് എന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തുന്നുണ്ടോ? അങ്ങനൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നില്ല. കാരണം ഹിന്ദി സംസാരിക്കുന്ന മലയാളികളുമുണ്ട്. ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇത്തരത്തിൽ സംസാരിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് താനും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. ആദ്യഘട്ടത്തിൽ ഈ ബാങ്കിന് മുൻപിൽ നിന്ന് ഇയാൾ സ്കൂട്ടറിൽ പോയപ്പോൾ അതിലെ CCTV ദൃശ്യങ്ങളിൽ സ്കൂട്ടറിൻ്റെ നമ്പർ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്കുള്ള പരിശോധനകൾ പോലീസ് നടത്തി. ഇയാൾ ചാലക്കുടി കൊരട്ടി ഭാഗത്തേക്ക് പോയി, അതിനുശേഷം ആലുവ ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊരട്ടി ഭാഗത്തുള്ള CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി പുറത്തുവിടാൻ കഴിയുന്ന വാർത്ത. എന്തായാലും അക്കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായാണ് അവർ കാണുന്നത്. അധികം വൈകാതെ തന്നെ പ്രതി വലയിലാകും എന്നുള്ള ഒരു കാര്യമാണ് SPയും അതുപോലെ തന്നെ DIGയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് ഈ പ്രതിയെക്കുറിച്ചുള്ള ഒരുപാട് സൂചനകളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രതി ഒരുപക്ഷെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി അറിയാവുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെയെങ്കിൽ നേരത്തെയും ഈ പരിസരത്തൊക്കെ അയാൾ ബാങ്കിനകത്തും അതുപോലെ തന്നെ പരിസരത്തും ഒക്കെ തന്നെ അയാൾ വന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവിടെ 47 ലക്ഷം രൂപയോളം ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. 47 ലക്ഷം രൂപയിൽ ആകെ 3 കെട്ട് പണം മാത്രമാണ് ഇയാൾ എടുത്തുപോയത്. അത് ഏകദേശം 15 ലക്ഷം രൂപയോളം മാത്രമേ വരൂ. അത്രത്തോളം പണം മാത്രമാണ് എടുത്തുകൊണ്ടുപോയത്. അത് ഒരു സൂചനയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് ഒരു പ്രൊഫഷണൽ മോഷ്ടാവാണെങ്കിൽ ഒരുപക്ഷെ ആ പണവും മുഴുവനായി എടുത്തുകൊണ്ടു പോകാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് പണം മാത്രം എടുത്തുകൊണ്ടുപോയത് അത് പരിസരത്തുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ലക്ഷ്യമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കും എന്നുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ജില്ലയ്ക്ക് പുറത്തേക്കുള്ള എല്ലായിടത്തെയും പരിശോധനകൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള ഈ റോഡുകളും റെയിൽ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതി വലയിലാകുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തി പരിശോധനകൾ നടത്തി. ബാങ്ക് ജീവനക്കാരുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ DIGയും SPയും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ പ്രതിയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എങ്ങനെയാണ് മോഷണം നടത്തിയത്, അതിൻ്റെ ഒരു രീതികളൊക്കെ തന്നെ കൃത്യമായി CCTVകളിൽ നിന്ന് വ്യക്തമാണ്.